Dear students, good morning to all. Okay, a warm welcome to social science class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് അല്ലേ. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ? ഒന്നാമത് പറയുന്നു, ഏകദേശം 18th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴത്തേക്കും യൂറോപ്യൻസ് എന്തുണ്ടാക്കി, നോർത്ത് അമേരിക്കയിൽ എന്തുണ്ടാക്കി, 13 കോളനികൾ അവർ സെറ്റപ്പ് ചെയ്തു. അതിനുശേഷം ആ കോളനികളെ അവരെന്തിനാണ് ഉപയോഗിച്ചത്? ദ സെൻറ്റർ ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് അല്ലേ. റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു സെൻറ്ററാക്കി, കേന്ദ്രമാക്കി മാറ്റി. അതിനുശേഷം അവിടെ ഒരു മാർക്കറ്റ് ആക്കുകയാണ് അല്ലെ. ഈ 13 കോളനികൾ യൂറോപ്യൻസ് മാർക്കറ്റാക്കി, അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് സെൽ ചെയ്യാനുള്ള ഒരു മാർക്കറ്റാക്കി മാറ്റുകയും, പിന്നെ അവിടെ ഒരു കച്ചവട നിയമം, മെർക്കന്റലിസ്റ്റ് ലോ അല്ലെ, ഒരു കച്ചവട നിയമം, ഒരു പോളിസി കൊണ്ടുവരുന്നു. ഓക്കെ, ആ പോളിസിയുടെ ഭാഗമായിട്ട് ഒരുപാട് നിയമങ്ങൾ ആ കോളനികളെ നടപ്പിലാക്കുന്നു. ഇങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള നിയമവാഴ്ച യൂറോപ്യൻസ് അമേരിക്കയിൽ നടത്തുകയുണ്ടായി. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനത്തോട് കൂടി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതാണ്. അപ്പം അതൊക്കെ എന്താണ്? കാരണങ്ങളാണ്. ഇത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള ചില തിങ്കേഴ്സിന്റെ ഐഡിയോളജീസ് അല്ലെ. ആ ഐഡിയോളജീസ് എന്ത് ചെയ്തു? ദാറ്റ് മോട്ടിവേറ്റഡ് ദ പീപ്പിൾ ഓഫ് നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലുള്ള ആളുകളെ ഈ ഐഡിയോളജികൾ, ചിന്തകന്മാരുടെ ഐഡിയോളജികൾ മോട്ടിവേറ്റ് ചെയ്തു. ജോൺ ലോക്കിനെ പോലെയുള്ള, തോമസ് പെയിനെ പോലെയുള്ള ചില നേതാക്കൾ, ചിന്തകന്മാർ ആളുകളെ എന്ത് ചെയ്തു? മോട്ടിവേറ്റ് ചെയ്തു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പോൾ അത്രയുമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പോവാം, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാം. അപ്പം നോർത്ത് അമേരിക്കയിൽ എവിടെ വരെ എത്തി നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ. ആദ്യം അതിന് കുറേ കാരണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ തിങ്കേഴ്സ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ആളുകളെ അല്ലേ. അവരെ ഐഡിയോളജീസ് വെച്ച് ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം, നോർത്ത് അമേരിക്കൻ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രതിഷേധിക്കാൻ തുടങ്ങി, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി എഗെയിൻസ്റ്റ് ദി യൂറോപ്യൻസ്, ബ്രിട്ടീഷേഴ്സ് അല്ലെ. യൂറോപ്യൻസിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, ഇനിയാണ് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അതിൽ അവരുടെ ആദ്യത്തെ പ്രതിഷേധം ഏതാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അമേരിക്കക്കാരുടെ യൂറോപ്യൻസിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ പ്രതിഷേധം ഏതാണ്? അവിടെ പറയുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. ആദ്യത്തെ പ്രതിഷേധമാണ്. നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലേ, അത് ഹെഡിങ് ആയിരുന്നില്ല. ഓക്കെ, അതിൽ ആദ്യത്തെ പ്രതിഷേധം, പ്രൊട്ടസ്റ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ആദ്യത്തെ നോർത്ത് അമേരിക്കൻ പീപ്പിള് യൂറോപ്യൻസിനെതിരെ ആദ്യം നടത്തിയ ഒരു പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അതിന്റെ പേര് പോലെ ചായ സൽക്കാരം ഒന്നല്ല, ടീ പാർട്ടി ഒന്നല്ല. എന്താണെന്ന് നോക്കാം നമുക്ക്. അതായത് അവിടെ നമുക്കറിയാം മെർക്കന്റലിസ്റ്റ് ലോ അല്ലെ. നിങ്ങൾക്കറിയാം മെർക്കന്റലിസ്റ്റ് ലോസിൽ അവസാനത്തെ നമ്മൾ 5ാമത് വായിച്ചിട്ടുള്ള നിയമം ഏതാണ്? ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ അല്ലെ. അതായത് ഇമ്പോർട്ട് ടാക്സ് കൊടുക്കണം, ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ ഇറക്കുമതി നികുതി ആര് കൊടുക്കണം? നോർത്ത് അമേരിക്കയിലോട്ട് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, തേയില, അതുപോലെ ഗ്ലാസ്, പേപ്പർ, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്ത് കൊടുക്കണം? അവിടെ ഇമ്പോർട്ട് ടാക്സ് നൽകണമായിരുന്നു. അപ്പൊ ടാക്സ് ഇങ്ങനെ കൂട്ടുകയാണ് ആര്? ബ്രിട്ടീഷുകാർ ടാക്സ് ഇങ്ങനെ കൂട്ടുന്നു. അപ്പോൾ നല്ല ടാക്സ്, ഉയർത്തിയ ടാക്സ് എന്തിന് ചുമത്തുകയുണ്ടായി? തേയിലക്ക്, ടീക്ക്. ഓക്കെ, എന്തിനാണ്? തേയിലക്ക് ചുമത്തുകയുണ്ടായി. ഓക്കെ, ആ പോയിന്റ് ഒന്ന് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് 12 ആട്ടോ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 12 ഉണ്ട്. ദ ഹൈ ടാക്സ് ലിവിഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓൺ ടീ. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തിന്? ടീക്ക് ഹൈ ടാക്സ്
ചുമത്തുകയുണ്ടായി. ഹൈ ടാക്സ് ലെവീഡ് ഓൺ ടീ. അല്ലേ? തേയിലക്ക് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഒരു നികുതി ചുമത്തി. അതിന്റെ ഭാഗമായിട്ട് ഫയർഡ് അപ്പ് എമംഗ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ഇൻ അമേരിക്ക. അതിന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ ഒരു സ്ട്രോങ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധം, ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയരുകയുണ്ടായി. ഓക്കെ, ഓൺ 16th December 1773. ഓക്കെ, ഏതാ വർഷം? 16th December 1773. 1773 ഡിസംബർ 16 എന്തുണ്ടായിട്ടുള്ളത്? ഒരു സംഭവം അവിടെ നടക്കുന്നത്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? ദേ ഡിസ്കസ്ഡ് ആസ് ദ റെഡ് ഇന്ത്യൻസ്. അവർ റെഡ് ഇന്ത്യൻസിന്റെ വേഷം ഇട്ടുകാണ്ട് അവർ എങ്ങോട്ട് പോയി? ദ ബോർഡഡ് ദ ഷിപ്സ് അറ്റ് നൈറ്റ് ഇൻ ദി ബോസ്റ്റൺ ഹാർബർ ആൻഡ് ത്രോ 342 chests of tea into the sea. അത് പറഞ്ഞിട്ടുള്ളത് ഒരു റെഡ് ഇന്ത്യൻസ്, അതായത് അമേരിക്കയിൽ ഉള്ള റെഡ് ഇന്ത്യൻസിനെ പോലെയുള്ള വേഷം ധരിച്ചു കാണ്ട് ഈ നോർത്ത് അമേരിക്കയിലുള്ള ആളുകൾ അവരെന്താ ചെയ്തത്? ഈ ടാക്സിന് വില ഇങ്ങനെ നികുതി ഇങ്ങനെ കൂട്ടിയതിന് പ്രതിഷേധിച്ച് അവിടെ ബോസ്റ്റൺ ഹാർബർ എന്ന് പറയുന്ന ഒരു 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 തുറമുഖമുണ്ട്, ബോസ്റ്റൺ ഹാർബർ. ആ ബോസ്റ്റൺ ഹാർബറിൽ ബ്രിട്ടീഷുകാരുടെ തേയില കൊണ്ടുവന്നിരുന്ന ഒരു കപ്പൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ കപ്പലിൽ ഇവർ റെഡ് ഇന്ത്യൻസിന്റെ, അതായത് തദ്ദേശീയരായിട്ടുള്ള നോർത്ത് അമേരിക്കൻസ് ഈ വേഷം മാറിക്കാണ്ട് അതിൽ കയറിക്കാണ്ട് 342 തേയില പെട്ടികൾ എങ്ങോട്ട് വലിച്ചെറിഞ്ഞു? കടലിലോട്ട് വലിച്ചെറിഞ്ഞു. ആ എന്തിന്റെ പ്രതിഷേധമാണ്? ദ ഹൈ ടാക്സ് ലെവീഡ് ഓൺ ടീ. ഏറ്റവും നല്ല ഭയങ്കര ടാക്സ് എന്തിന് ചുമത്തുകയുണ്ടായി? ടീക്ക് അല്ല, തേയിലക്ക് ചുമത്തിയതിന്റെ ഭാഗമായിട്ട് നോർത്ത് അമേരിക്കയിലെ ആളുകൾ 1773 ഡിസംബർ 16 അവിടെയുള്ള ഒരു ഷിപ്പിൽ കയറിയിട്ടില്ല, ബ്രിട്ടീഷുകാരുടെ ഷിപ്പിൽ കയറി 342 തേയില പെട്ടികൾ അവരെ എങ്ങോട്ട് വലിച്ചെറിഞ്ഞു? കടലിലോട്ട് വലിച്ചെറിഞ്ഞു. ആ ഒരു സംഭവമാണ്, ആ ഒരു ഇവന്റ് ആണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇനി അതിനുശേഷം എന്തൊക്കെ നടന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് താഴത്തുണ്ട് ദ എൻറ്റയർ കോണ്ടിനെന്റ് അസംബിൾസ്, അല്ലെ? വൻകര സമ്മേളനമാണ് നടക്കുന്നത്. എന്താന്ന് നമുക്ക് നോക്കാം. ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ്. എന്താ ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ? റെപ്രസെന്റേറ്റീവ്. ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ, അതായത് 13 കോളനികളുണ്ട്, അതിലൊരു കോളനിയാണ് ജോർജിയ. അപ്പൊ ഈ ജോർജിയയിൽ നിന്നുള്ള പ്രതിനിധികൾ വന്നിട്ടില്ല. എന്തിന്? ഈ ഒരു സമ്മേളനത്തിന്. അത് പറയുന്നത് ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1774. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇയർ എഴുതാണ് കേട്ടോ. 1774 എന്താ നടന്നിട്ടുള്ളത്? ആദ്യത്തേതാണ് എന്ത്? The delegates of all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rule imposed by England. അപ്പോൾ ഇംഗ്ലണ്ട് നടപ്പിലാക്കുന്ന നിയമങ്ങളും അവർ നടപ്പിലാക്കുന്ന ഭരണങ്ങൾ, അവരുടെ കിരാതമായിട്ടുള്ള ഭരണങ്ങൾക്ക് എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് 13 കോളനികൾ, ആ 13 കോളനികളിൽ നിന്ന് 12 കോളനികൾ ഈ ഒരു ഫിലാഡൽഫിയയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഒരു കോളനി അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഏതാണ് ആ കോളനി? ജോർജിയ. അപ്പൊ ജോർജിയ ഒഴികെയുള്ള ബാക്കിയുള്ള 12 കോളനികളും ഈ ഫിലാഡൽഫിയയിൽ 1774 നടന്നിട്ടുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ഓക്കെ, അതിന് പറയുന്ന പേരാണ്, ഈ സമ്മേളനമാണ് ഏത്? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഏതാണ്? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഓക്കെ, അപ്പൊ 1774 എന്ത് നടക്കുന്നു? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു. ഈ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ എന്താണ്? ഇവർ എല്ലാവരും കൂടി, അമേരിക്കയിലുള്ള
13 കോളനികളിൽ നിന്നുള്ള പ്രതിനിധികൾ, 12 കോളനികളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടുന്നു. ജോർജിയ എന്ന് പറയുന്ന കോളനിയിൽ നിന്ന് ആരും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ 12 കോളനികളിൽ നിന്ന് ആളും കൂടി. ആ ഒരു സമ്മേളനമാണ് ഇത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അത് ഏത് സ്ഥലത്ത് വെച്ചാണ് നടന്നിട്ടുള്ളത്? ഫിലാഡൽഫിയ. എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ് എന്ത് നടന്നിട്ടുള്ളത്. ഓക്കെ, ഫിലാഡൽഫിയയിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ആ പോയിന്റ് മനസ്സിലാക്കി വെക്കുക. സബ്സിക്വന്റ്ലി the people of the colonies submitted a petition to the King of England. ഈ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ എന്താണ് നടക്കുന്നത്? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ എന്ത് നടക്കുന്നു? ഒരു പെറ്റീഷൻ രാജാവിന്, ഇവരെല്ലാവരും കൂടി സമ്മേളനം കൂടി ഒരു തീരുമാനം എടുക്കുന്നു. എന്താണ് ആ തീരുമാനം? The people of the colonies submitted a petition to the King of England. അവര് ഇംഗ്ലണ്ടിലെ രാജാവിന് എന്ത് നൽകുന്നു? ഒരു പെറ്റീഷൻ, ഒരു പരാതി നൽകുന്നു. ഞങ്ങൾ ഇവിടെ ഈ നിങ്ങളുടെ നാട്ടിലെ ആളുകൾ, ഇംഗ്ലണ്ടിന്റെ ആളുകൾ ഞങ്ങൾ അതിക്രൂരമായിട്ട് ഇവിടെ പല നിയമങ്ങളും കൊണ്ടുവന്ന് ഞങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി ഇംഗ്ലണ്ടിലെ രാജാവിന് ആര് കൊടുക്കുന്നു? കോളനികളിലുള്ള ജനങ്ങൾ കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട കാര്യം ഒരു പോയിന്റ് ഞാൻ ഇവിടെ എഴുതുന്നു. ഇവിടെ പറഞ്ഞു the people of the colonies submitted a petition to the King of England. ഓക്കെ, ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ പെറ്റീഷനിൽ എന്താണ്? ഒരു പരാതി കൊടുക്കുമ്പോൾ പരാതിയിലുള്ള കാര്യം എന്താണ്? ആ പരാതിയിൽ അവർ പരാതിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അവർ ആവശ്യപ്പെടുകയാണ് the revocation of the regulations enforced on industry and commerce and not to impose tax without approval of the people. അതായത് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇവർ എന്ത് ചെയ്തു? അവർ ആവശ്യപ്പെടുകയാണ് ദ റീവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. അതൊക്കെ റീവൊക്കേഷന് എന്താണ് നിയന്ത്രണം ഒഴിവാക്കുക. ഓക്കെ, നിയന്ത്രണം ഒഴിവാക്കാൻ പറയുന്നു. ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി, അവിടുത്തെ വ്യവസായശാലകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ പറയുന്നു. ആൻഡ് കൊമേഴ്സിലെ വാണിജ്യങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഒക്കെ നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ചുമത്തിയിട്ടുള്ള നിയമങ്ങൾ ഒഴിവാക്കാൻ എന്ത് പറയുന്നു? ആൻഡ് പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നത് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് പീപ്പിൾ. ആളുകളുടെ സമ്മതം കൂടാതെ ടാക്സ് ചുമത്താനും പാടില്ല എന്നുള്ളതാണ് എന്തിലുള്ളത്? ഈ ഒരു പെറ്റീഷനിൽ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ പരാതിയാണ് നോർത്ത് അമേരിക്കയിലെ കോളനിയിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിന്റെ രാജാവിന് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രയാണ് മനസ്സിലാക്കി. പക്ഷെ ആ സമയം എന്താ സംഭവിച്ചത്? ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. രാജാവ് എന്താ ചെയ്തത്? മിലിറ്ററി, ഒരു സൈന്യത്തെ കോളനികളിലോട്ട് അയച്ചു. ആൻഡ് ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ, ആളുകളെ അടിച്ച് അമർത്തി. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. ഇത് എന്തിലോട്ട് നയിച്ചു? ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിലോട്ട് നയിച്ചു. അങ്ങനെ അത് നയിച്ചു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി പറയുന്നു ദ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775. ഓക്കെ, അടുത്ത കോണ്ടിനെന്റൽ ഇവർ വെറുതെ നിന്നില്ല. ആളുകൾ 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസും നടത്തി. കോണ്ടിനെന്റൽ കോൺഗ്രസ് അത് എവിടെ തന്നെയാണ് നടത്തിയത്? ഫിലാഡൽഫിയയിൽ തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസും അവിടെ നടത്തി. അതെവിടെയാണ്? ഫിലാഡൽഫിയയിൽ തന്നെയാണ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും രണ്ടാമത്തെ സമ്മേളനത്തിൽ അവർ എന്താണ് തീരുമാനിച്ചത്?
അവർ ഒരാളെ തിരഞ്ഞെടുത്തു, ജോർജ് വാഷിങ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെന്റൽ ആർമി. ഇതിലാണ് എന്ത് സുപ്രധാനമായിട്ടുള്ള ജോർജ് വാഷിങ്ടനെ അവരെന്ത് ചെയ്തു, elected as commander in chief okay, commander in chief, okay, chief അങ്ങനെയല്ലല്ലോ, okay, commander in chief of the continental army. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നിട്ടുള്ള 1775 രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നിട്ടുള്ള ഇതില് അവരെന്താ ചെയ്തത്, ജനങ്ങള് ആരെ തെരഞ്ഞെടുത്തു, ജോർജ് വാഷിങ്ടനെ ഒരു മുഖ്യ സൈന്യാധിപനായിട്ട് കോണ്ടിനെന്റൽ ആർമിയുടെ ഒരു, അതായത് വൻകര സൈന്യം എന്ന് പറയുന്ന സൈന്യം ഉണ്ടാക്കി. അതിന്റെ മുഖ്യ സൈന്യാധിപനായിട്ട് ആരുണ്ടാക്കി, ജോർജ് വാഷിങ്ടനെ നിയമിക്കുകയും ചെയ്തു. ഓക്കെ, അതാണ് അതിന്റെ പ്രധാനമായിട്ട് പറയുന്നത്. ഡ്യൂറിങ് ദിസ് ടൈം ത്രൂ ദ പാംഫ്ലെറ്റ് ടൈറ്റിൽഡ് കോമൺ സെൻസ്, തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് ദ വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. ഓക്കെ, അടുത്ത പറയുന്നത് ഈ സമയത്ത് തന്നെ അവിടെയുള്ള ഒരു പാംഫ്ലെറ്റ്സ്, അതായത് പാംഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലഘുലേഖയിലൂടെ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിന്തകൻ അല്ലെ, തിങ്കർ ആയിട്ടുള്ള തോമസ് പെയിന്, അദ്ദേഹം ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ലഘുലേഖയിലൂടെ ആളുകളെ എന്ത് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്താ പറഞ്ഞത്, ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ്, അമേരിക്കക്കാർക്ക് ഇതാണ് എന്ത് ബുദ്ധിപരമായിട്ടുള്ള എന്ത് ഒരു ഒരു അവസരം, എന്തിന്, ടു ബ്രേക്ക് വിത്ത് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ, ബ്രിട്ടനുമായിട്ടുള്ള ടൈ എന്ന് പറഞ്ഞാൽ ഈ ബന്ധം അല്ലെങ്കിൽ ഈ ഒരു ഇത് വേർതിരിക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമെന്ന് ആര് പറയുന്നു, കോമൺ സെൻസിലൂടെ തോമസ് പെയിന് ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ അടുത്ത നടന്നിട്ടുള്ളത് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ്. The American Continental Congress issued on famous Declaration of Independence on 4th July 1776. 1776 വീണ്ടും ഒരു എന്ത് നടക്കുന്നു, കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു. അതാണ് തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അതിന് മറ്റൊരു പേരും പറയും അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയും. ഓക്കെ, ഞാൻ തേർഡ് എഴുതി, തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അതിനെ മറ്റൊരു പേര് വിളിക്കുന്നത് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഓക്കെ, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നുള്ളതും വിളിക്കും. ഓക്കെ, അതിൽ പറയുന്നുണ്ട് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് എന്ത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് സ്വാതന്ത്ര്യം നേടുക തന്നെ, വേറെ ഒരു ലക്ഷ്യമില്ല. എന്താണ് ഈ മൂന്നാമത്തെ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ആ പോയിന്റ് ഒന്ന് നോക്കാം. ദ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ 4th July 1776. The declaration was prepared by the Thomas Jefferson and Benjamin Franklin and extract from it is given. Okay, തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസ്, അതായത് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒന്ന്, അതായത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അതാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അതാണ് തേർഡ് കോൺഗ്രസിന് പ്രധാനമായിട്ടുള്ളത്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അത് ഏതാണ്, ആരൊക്കെയാണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഇത് പറഞ്ഞത്, തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് ഇത് നൽകിയിട്ടുള്ളത്. ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വതന്ത്ര പ്രഖ്യാപനത്തിൽ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, അതിന് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് എന്തുണ്ട്,
ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? ഓൾ ആർ ഈക്വൽ, എല്ലാവരും എന്താണ് സമമാണെന്നും, എവരി വൺ ഹാസ് സർട്ടൺ റൈറ്റ്സ്, എല്ലാവർക്കും എന്തുണ്ട് അവകാശങ്ങളുണ്ടെന്നും, ഒരു ഗവൺമെന്റിനും ആ അവകാശങ്ങൾ തടസ്സപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ പറയുന്നത്. ഓക്കെ, അതാണ്. അപ്പൊ അത് നടത്തിയിട്ടുള്ളത്, അത് കൊണ്ടുവന്നത് ഏത് കോൺഗ്രസിലാണ്? തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിനാണ്, അല്ലെങ്കിൽ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിനാണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ളത് നോക്കാം, നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഒരു ടൈം ഷെഡ്യൂൾ, അതായത് ടൈം ലൈന് മാറി നമ്മൾ ഇത് പഠിച്ചു വെക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ആദ്യം അല്ലെ, ഫസ്റ്റ് ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞു പല കാരണങ്ങളും, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, ഓരോന്നായിട്ട് പറഞ്ഞു. അപ്പൊ എല്ലാവരുടെ മനസ്സിലെ കാരണങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതിനുശേഷം ചില തിങ്കേഴ്സ്, ആളുകൾ എന്ത് ചെയ്തു, ഐഡിയോളജീസ് തിങ്കേഴ്സ് അവർ ആളുകളെ മോട്ടിവേറ്റ് ചെയ്തു അല്ലെ, പ്രതിഷേധിക്കാൻ വേണ്ടി, യൂറോപ്യൻസിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി ആളുകളെ മോട്ടിവേറ്റ് ചെയ്തു. ഈ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ആർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു, പ്രതിഷേധിച്ചു? യൂറോപ്യൻസിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടനെതിരെ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അതിന്റെ ആദ്യത്തെ പ്രതിഷേധമാണ് ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. ആദ്യത്തെ പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, അത് ഏത് വർഷമാണ് നടന്നിട്ടുള്ളത്? 1773 ഡിസംബർ 16 നടന്നിട്ടുള്ളത്. എന്തിന്റെ ഭാഗമായിട്ടാണ്? തേയിലക്ക് ഹൈ ടാക്സ് ലെവീഡ് ബൈ ദി ഇൻ ടീ. ഓക്കെ, ഓൺ ടീ. ഓക്കെ, ഹൈ ടാക്സ്, അതായത് ഭയങ്കര ടാക്സ്, നികുതി എന്തിന് മേൽ ചുമത്തുകയുണ്ടായി? ടീക്ക് മേൽ ചുമത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ, നോർത്ത് അമേരിക്കൻ പീപ്പിൾ എന്ത് ചെയ്തു? ദേ entered to the Britain ships and throw out the tea into the sea. അവരെന്ത് ചെയ്തു? ഒരു ബ്രിട്ടീഷ് കപ്പലിലോട്ട് കയറി തേയിലപ്പെട്ടികൾ എങ്ങോട്ട് വലിച്ചെറിഞ്ഞു? കടലിലോട്ട് വലിച്ചെറിയുകയുണ്ടായി. ഓക്കെ, ആ സംഭവത്തിന് ശേഷം എന്തായത്? ഏകദേശം 1774, ആ സംഭവം കഴിഞ്ഞ ശേഷം 1774 ഫിലാഡൽഫിയയിൽ വെച്ച് ഒരു കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് നടക്കുന്നത്. ആ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ആരൊക്കെ പങ്കെടുത്തു? ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് ദി ജോർജിയ ഒഴികെയുള്ള കോളനികളെല്ലാവരും എന്തിൽ പങ്കെടുത്തു? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുത്തു അല്ലെ. ആ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ലക്ഷ്യം എന്തായിരുന്നു? ദാറ്റ് ഈസ് ദ പീപ്പിൾ ഓഫ് ദ കോളനി സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദി കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ രാജാവിന് നോർത്ത് അമേരിക്കയിലെ കോളനിയിലുള്ള ആളുകൾ എന്ത് നൽകി? ഒരു പെറ്റീഷൻ, ഒരു പരാതി നൽകി. എന്തായിരുന്നു ആ പെറ്റീഷനിൽ ഉണ്ടായിട്ടുള്ളത്? the revocation of the regulations or the laws enforced by the industry and commerce. കൊമേഴ്സിനും ഇൻഡസ്ട്രിക്കും, അതായത് വാണിജ്യത്തിനും വ്യവസായശാലകൾക്കും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ, അതുപോലെ ലോസ്, നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുക? റീവോക്കേറ്റ് ചെയ്യുക, ഒന്ന് മാറ്റുക. അതായിരുന്നു ആദ്യത്തെ സബ്മിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ പറഞ്ഞു നോട്ട് ഇമ്പോർട്ട് ടാക്സ് അല്ലെ, ആളുകളുടെ കോളനികളിലെ ആളുകളുടെ സമ്മതമില്ലാതെ ടാക്സ് ചുമത്താൻ പാടില്ല എന്നുള്ളതുമായിരുന്നു ആ ഒരു പെറ്റീഷനിൽ ഉണ്ടായിരുന്ന കാര്യം. പക്ഷെ എന്നിട്ട് എന്തുണ്ടായി? ഇംഗ്ലണ്ടിന്റെ കിങ് ദേ സെൻഡ് ടു ദി മിലിറ്ററി ടു ദി കോളനീസ്. അവര് ഇംഗ്ലണ്ടിന്റെ ആ ഒരു രാജാവ്, അദ്ദേഹം എന്ത് ചെയ്തു? മിലിറ്ററിയെ കോളനികൾക്ക് അയക്കുകയും ഫസ്റ്റ് സപ്രസ് ദ പീപ്പിൾ ഓഫ് ദി കോളനി. അവര് സപ്രസ് ചെയ്തു. സപ്രസ് ചെയ്യാൻ അടിച്ചമർത്തി, കോളനികളിലെ ആളുകളെ അടിച്ചമർത്തി. അത് എന്തിന് തുടക്കമിട്ടു? ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് നോർത്ത് അമേരിക്ക. യുദ്ധം തന്നെ തുടങ്ങാൻ കാരണമായി. പിന്നെ അതിനുശേഷം 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു. അത് എവിടെ വെച്ചാണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യത്തേതാണ് ജോർജ് വാഷിങ്ടനെ അവരെന്ത് ചെയ്തു? കോണ്ടിനെന്റൽ ആർമി എന്ന് പറയുന്ന ഒരു സൈന്യത്തിന്റെ തലവനായിട്ട്, മുഖ്യ സൈനാധിപനായിട്ട് സെലക്ട് ചെയ്യുകയാണ്. ജോർജ് വാഷിങ്ടൺ elected as commander-in-chief of the continental army. അതുപോലെ നമ്മളെ ചിന്തകനായിട്ടുള്ള, ഇതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ചിന്തകനായിട്ടുള്ള തോമസ് പെയിന്, അദ്ദേഹം എന്ത് ചെയ്യുന്നു? കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു പാംഫ്ലെറ്റിലൂടെ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഇറ്റ് വാസ് ദ വൈസ് ഫോർ ദ പീപ്പിൾ ഓഫ് ദി നോർത്ത് അമേരിക്ക ദാറ്റ് ബ്രേക്ക് ദ ടൈസ് ബിറ്റ്വീൻ ദ ഇംഗ്ലണ്ട്
എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്ത് നോർത്ത് അമേരിക്കയിലെ ആളുകൾക്ക് എന്താണ് ഒരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം എന്താന്ന് വെച്ചാൽ ബ്രിട്ടനുമായിട്ടുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതായിരുന്നു ആ കോമൺ സെൻസിലൂടെ തോമസ് പെയിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം 1776 തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു. കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു. ആ ഒരു ഇതിലാണ് നമ്മുടെ ചിന്തകന്മാരായിട്ടുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും അതുപോലെ തോമസ് ജെഫേഴ്സണും ഉണ്ടാക്കിയിട്ടുള്ള ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം നേടുക, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അതിലാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് കൃത്യമായിട്ട് ഇതേപോലെ തന്നെ പഠിക്കണം. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഇടയിലുള്ള പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് നോക്കണേ. ഞാൻ ഇതിൽ കുറെ പോയിന്റ് എഴുതിയിട്ടില്ല. സബ്മിറ്റഡ് പെറ്റീഷൻ ടു ദി കിങ് ഓഫ് ഇംഗ്ലണ്ട്, ആ പെറ്റീഷൻ എന്താന്ന് പറയുന്നത് എഴുതണം. ജോർജ് വാഷിംഗ്ടൺ മാത്രമല്ല, തോമസ് പെയിന്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന പാംഫ്ലെറ്റിനെ കുറിച്ച് എഴുതണം. അതുപോലെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സന്റെ കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഇറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് എക്സാമിന് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും.